അങ്ങനെ നായർ ഐക്യമായി. ശത്രുവിൻ്റെ ശത്രു മിത്രം, അങ്ങനെയാണല്ലോ. കൊച്ചു കൊച്ചു നായർ സംഘടനകളെല്ലാം, സമസ്ത നായർ കേരള, ഐക്യ കേരള നായർ സമാജം, പിന്നെന്താണ് പുരോഗമന നായർ സമാജം, പിന്നെ ആദർശ, ഇങ്ങനെ കുറേ പേരുകളുണ്ട് ഈ നായർ സമാജം. ഓരോ കൊച്ചു കൊച്ചു നേതാക്കളും ഡയറക്ടർ ബോർഡിൽ എടുക്കാതെ വരുമ്പോഴും, അല്ലെങ്കിൽ മുൻ ഡയറക്ടർ ബോർഡും അല്ലെങ്കിൽ സാമ്പത്തിക ഉള്ളവരൊക്കെ അവരവരുടെ കരയോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി അവരൊരു നായർ സമാജം ഉണ്ടാക്കും. എന്തായാലും ഇന്നലെ ഒരു വലിയ സമ്മേളനം നടന്നു കളഞ്ഞു. പിന്നെ നേരത്തെ ഒരു സമ്മേളനം വൈക്കത്ത് നടന്നു. വൈക്കം ടി കെ വേലപ്പൻ്റെ ഒരു സ്ഥലത്ത് വലിയ സമ്മേളനം നടന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു സമ്മേളനം ആലപ്പുഴ വള്ളിക്കുന്നത്ത് നടത്തി. വള്ളിക്കുന്നത്ത് നായർ ഐക്യവേദി സമ്മേളനമാണ്. അതും നായർ സർവീസ് സൊസൈറ്റിയെ തകർക്കുക എന്നുള്ള നിലയിലാണെന്ന് സുകുമാരൻ നായർ പറയുന്നു. എന്തായാലും ഒരു കാര്യം വളരെ ശക്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഇടയിൽ അയ്യപ്പ സംഗമം വരാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും ബോധപൂർവ്വം ചെയ്യുന്ന പ്രശാന്ത് വിചാരിച്ചു, ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയാൽ പ്രശാന്തിൻ്റെ പോസ്റ്റ് നീട്ടി കിട്ടുമെന്ന് വെച്ചു. പാവപ്പെട്ടവൻ്റെ പോസ്റ്റ് പോയി. കെ ജയകുമാർ അവിടെ വന്നു. അയ്യപ്പ സംഗമം കളിച്ച് അയ്യപ്പനോട് കളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അയ്യപ്പ സംഗമം നടത്തി മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറാൻ നോക്കി. അയ്യപ്പ സംഗമം നടത്തി അദ്ദേഹത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പോയി. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വേറെ വല്ല സ്ഥാനം കൊടുക്കുമായിരിക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ രണ്ടാമത് ഈ നായർ സർവീസ് സൊസൈറ്റിക്കാർ ഈ അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം നമ്മുടെ സുകുമാരൻ നായരാണ്, സുകുമാരണ്ണൻ പോപ്പ്, പെരുന്ന പോപ്പ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് ബഹളം ഉണ്ടാക്കി. പിണറായിക്ക് ഒരു ഭക്തനെ പോലെയൊക്കെ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് നായേഴ്സ് ബഹളം ഉണ്ടാക്കില്ല. കാര്യം ഇപ്പം സംഗീത് കുമാർ, ശാസ്ത്രമംഗലം മോഹൻ ഇവരെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. കുറേയധികം പേർ BJP ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു സംവിധാനം എന്ന് പറയുന്നത് RSS സംഘപരിവാറിലുള്ളവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ BJPയിലുള്ളവരുണ്ട്, കോൺഗ്രസ്സിലുള്ളവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരുണ്ട്, നിഷ്പക്ഷരുമുണ്ട്. 4 വിഭാഗമുണ്ട് നായന്മാരല്ലേ. നിഷ്പക്ഷരായ നായരുണ്ട്, പിന്നെ ഒരു പാർട്ടിയിലും പോകാത്ത നായന്മാരുണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള നായന്മാരുണ്ട്, കരയോഗത്തിലും പാർട്ടിയിലും മെമ്പർഷിപ്പുള്ള നായന്മാരുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നായന്മാരുണ്ട്, BJPയിലുള്ള നേതൃത്വത്തിലുള്ള നായന്മാരുണ്ട്. ഈ 4 ടൈപ്പ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് സുകുമാരൻ നായർ ഒരു വെടി പൊട്ടിച്ചത്. വെടി ചീറ്റിപ്പോയി. വലിയ ബഹളമാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നായർ കരയോഗങ്ങളിൽ വലിയ വിഭാഗീയത നടക്കുകയാണ്. വലിയ സമ്മേളനങ്ങളാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഇത് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഉണ്ടാക്കിയ സംഘടനയാണ്. കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും TK വേലപ്പനും ഒക്കെ അടക്കമുള്ള വളരെ വലിയ മഹാരഥന്മാരുണ്ടാക്കിയ ഒരു ആചാര്യന്മാരുണ്ടാക്കിയ ഒരു സഭ, എത്രയോ വലിയ സഭ. നായർ സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ ദുരാചാരങ്ങളെയും ദുഷ്പ്രവർത്തികളെയും നായർ സമുദായത്തിനകത്ത് തന്നെ വലിയ നായരെന്നും ചെറിയ നായരെന്നും മാടമ്പിയെന്നും വിളക്കിത്തലയെന്നും പിന്നെ ചെക്കാല നായരെന്നൊക്കെ പറഞ്ഞ നായന്മാർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയ അനൈക്യത്തെയും അവരിലിടയിൽ നടന്ന ചൂഷണത്തെയും ബഹുഭാര്യാത്വത്തെയും പ്രായഭേദമില്ലാതെയുള്ള ഭാര്യാത്വത്തെയും പിന്നെ അതുപോലെ തന്നെ പിന്നെ മക്കത്തായം മരുമക്കത്തായം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാലമാണ് നായർ സമുദായത്തിൻ്റെ. അവിടെ നിന്ന് അതിനെ കേരളത്തിലെ ഒരു അന്തസ്സുള്ള സമുദായമാക്കി എടുത്തത്, മറ്റ് സമുദായങ്ങൾക്ക് അന്തസ്സില്ലെന്നല്ല, അതിൻ്റെ ദുരാചാരങ്ങളൊക്കെ മാറ്റിയെടുത്ത് പ്യൂരിഫൈ ചെയ്തെടുത്തത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ക്ഷേത്ര പ്രവേശ വിളംബര ജാഥ നടത്തി. രാജാവിന് പോലും, അന്നത്തെ രാജകുടുംബത്തിന് പോലും വലിയ ഭീഷണിയായി ക്ഷേത്രപ്രവേശന വിളംബരം വേണം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആചാര്യനുണ്ടാക്കിയ ആ സഭ കരയോഗങ്ങൾ ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കല്ലിലടിച്ച പൂക്കുല പോലെ 4 സൈഡിലും കിടന്ന ബഹളമാണ്. എന്താ വിഷയമെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. മതസംഘടന, ജാതി സംഘടന അവരുടെ കാര്യം മാത്രം പോകാതെ ശരി ദൂരം, സമദൂരം, പ്രശ്നാധിഷ്ഠിത ദൂരം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാവാത്ത വാക്കുകളും കൊണ്ടുവന്ന് ഇപ്പോൾ ഇതാ മുക്കിന് കരയോഗം വഴി നായർ സമാജത്തിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു. വൈക്കത്ത് വലിയ സമ്മേളനം നടന്നു. ആലപ്പുഴ വള്ളിക്കുന്നിൽ അതിനേക്കാൾ വലിയ സമ്മേളനം നടന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമ്മേളനങ്ങൾ നടക്കുന്നു. എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക? ഇത് പിളരുമോ, വളരുമോ, വീണ്ടും ഐക്യപ്പെടുമോ? ഇപ്പോൾ തന്നെ ഒരുപാട് നായർ സംഘടനകളുണ്ട്. ഇനി എത്ര സംഘടനകൾ വരാനിരിക്കുന്നു?